തന്നെ കാണാനെത്തിയ ശിഷ്യനോട് ഗുരു ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? മറുപടി, എനിക്ക് ഈശ്വരനെ കണ്ടെത്തണം. ഗുരു ചോദിച്ചു, നീ ഇവിടേക്ക് വന്നപ്പോൾ ചെരിപ്പഴിച്ചു വെച്ചത് വാതിൽപ്പടിയുടെ ഇടത്തോ വലത്തോ? അയാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഗുരു പറഞ്ഞു, ആദ്യം സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ ബോധപൂർവം ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം ഈശ്വരനെ തേടിയിറങ്ങുക. യാന്ത്രികമായ യാത്രകൾ ഒരിക്കലും അനുഭവങ്ങൾ സമ്മാനിക്കില്ല. യന്ത്രങ്ങൾക്ക് സ്വന്തമായ ആഗ്രഹങ്ങളോ നടപ്പുവഴികളോ ഇല്ല. നിർമ്മിച്ച ആളുടെ നിബന്ധനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണിത്. നിയോഗങ്ങൾ ഇല്ലാത്തവർക്ക് നിയതമായ വഴികളുണ്ടാവില്ല. സ്വന്തമായ അഭിലാഷങ്ങളോ ആവശ്യങ്ങളോ ഇല്ലാത്തവർക്ക് എന്തു കാര്യമാണ് ആത്മാർത്ഥതയോടെ ചെയ്യാനാവുക? അന്യനു വേണ്ടി ജീവിക്കുന്നവരിൽ മാത്രം ആത്മസംതൃപ്തി കണ്ടെത്തുന്നവർ അപൂർവമായിരിക്കും. അവരുടെ ജീവിത ദൗത്യം അതായിരിക്കും. അപരസേവ, ആത്മസേവ എന്നത് എല്ലാവർക്കും ജീവിത നിയോഗമാകില്ല. അവനവൻ്റെ അഭിലാഷങ്ങളിലേക്കുള്ള യാത്രയാണ് തനിമയും തൻ്റെ ഇടവും തനി വഴികളും രൂപപ്പെടുത്തുന്നത്. നാട്ടുനടപ്പുകൾ പൂർത്തീകരിച്ച് നല്ലവൻ എന്ന പേരും സമ്പാദിച്ച് നടന്നകലുന്നവർ നാടിനു വേണ്ടി ഒന്നും അവശേഷിപ്പിക്കില്ല. ചെരിപ്പഴിക്കുന്നതും വിളക്ക് തെളിക്കുന്നതും ജോലി സമ്പാദിക്കുന്നതുമെല്ലാം സമ്പ്രദായങ്ങളുടെ തുടർ പ്രക്രിയ മാത്രമാകുന്നവരുടെ ജീവിതത്തിൽ സ്വാഭിമാനത്തിൻ്റെയോ സ്വയംഭരണ അവകാശത്തിൻ്റെയോ ഒരു തെളിവും അവശേഷിക്കില്ല. അവബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് 2 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. എന്തിനു വേണ്ടി ചെയ്യുന്നു? ചെയ്തില്ലെങ്കിൽ എന്ത്? തിരിച്ചറിവോടെ ചെയ്യുന്ന കാര്യങ്ങളുടെ പട്ടിക നോക്കിയാൽ അവനവൻ്റെ ജീവിതത്തെ അളന്നു തിട്ടപ്പെടുത്താം. കാര്യവും കാരണവും അറിഞ്ഞു ചെയ്യുന്ന കർമ്മങ്ങൾ കാര്യക്ഷമതയുടെ അടയാളങ്ങളാകും. ദിനചര്യകളുടെ പ്രസക്തി പോലും മനസ്സിലാക്കാത്തവർക്ക് എങ്ങനെയാണ് ദിശാബോധവും ലക്ഷ്യപൂർത്തീകരണവും ഉണ്ടാവുക?